നോമ്പ് ചിന്ത 19-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. നീ പാറയാകണം. എങ്ങനെ? ഈശോ ഏറ്റവുമധികം ഇഷ്ടപ്പെട്ട പ്രതീകങ്ങളിൽ ഒന്നാണ് പാറ. പത്രോസിനോട് ഈശോ പറഞ്ഞു, ശിമയോൻ, നീ പാറയാകുന്നു. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. വിശ്വാസകാര്യത്തിൽ എല്ലാവരും പാറയാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് മറ്റു ചില വചനങ്ങളും. മത്തായി 7:24 ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തൻ്റെ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോൾ പത്രോസ് മാത്രമല്ല, ദൈവവചനം കേട്ട് ജീവിക്കുന്ന ഏവരും പാറയാകണമെന്നു തന്നെയാണ് ഈശോയുടെ മനസ്സിൽ. വിശ്വാസിയാണോ? നീയും ഒരു പാറയാകണം. പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോ അത്തരം ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു. ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈശോ തന്നെ അതിനുത്തരം പറഞ്ഞു. എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വചനാധിഷ്ഠിതമാണ്. നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് കാത്തു നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഈശോ പറയുന്നു, എൻ്റെ അമ്മ ആരാണ്? എൻ്റെ സഹോദരങ്ങൾ ആരാണ്? അവ തീർച്ചയായും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് നമുക്ക് മുന്നിൽ വേറെ ഒരു തെരഞ്ഞെടുപ്പില്ല. അടിസ്ഥാനപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെയും അസ്ഥിവാരങ്ങളിൽ പണിത അടിത്തറയിൽ ഫലങ്ങൾ കെട്ടിപ്പടുക്കപ്പെടുന്നത് ദൈവവചനം കേൾക്കുന്നതിലൂടെയും അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെയുമാണ്. പത്രോസിൻ്റെ വിജയം അതാണ്. പത്രോസ് എങ്ങനെ പാറയായി എന്ന് നോക്കാം. യേശുവിനെ ശത്രുക്കൾ പിടികൂടുന്ന സന്ധ്യയിൽ പ്രധാനാചാര്യൻ്റെ ഭൃത്യനെ പത്രോസ് വാളൂരി വെട്ടി ചെവി ഛേദിക്കുന്ന രംഗം ശ്രദ്ധിക്കൂ. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നു, നിന്റെ വാൾ ഉറയിലിടൂ. ഒരുപക്ഷെ വാൾ ഉറയിലിടാൻ പറ്റിയ സാഹചര്യമേ അല്ലായിരുന്നു. ഭൃത്യനെ വെട്ടിയ പത്രോസ് ഒരു നോട്ടപ്പുള്ളിയായിരിക്കുന്ന സമയത്താണ് വാൾ ഉറയിലിടാൻ പറഞ്ഞത്. വാൾ ഉറയിലിട്ടാൽ പട്ടാളക്കാരുടെ പിടിയിലാകാം. എന്നിട്ടും പത്രോസ് ഒട്ടും മടിക്കാതെ കർത്താവിനെ അനുസരിക്കുന്നു. അതാണ് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പത്രോസ് എന്ന പാറ. ദൈവരാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ ആയുസ് പണയം വെച്ചുകൊണ്ട് തന്നെ ശത്രുക്കളുടെ മധ്യേ വചനമനുസരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റപ്പസ്തോലന്മാരെക്കാൾ ഒരുപടി മുകളിലായി പത്രോസിനെ കർത്താവ് എടുത്തുയർത്തിയതും എടുത്തുപയോഗിച്ചതും ആ പാറമേൽ സഭയെ പണിതുയർത്തിയതും. ഈ വിശ്വാസ സാക്ഷ്യ ജീവിതം ഈ നോമ്പുകാലത്ത് നമുക്കൊരു വിളിയും വെല്ലുവിളിയുമാണ്. അത് സ്വീകരിക്കാനുള്ള അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം.